ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അപ്പൊ എന്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് ആദ്യം നോക്കാം. അപ്പൊ നമ്മളെ ചാപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ചാപ്റ്റർ എന്ന് പറയുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പൊ എന്താണ് യൂണിറ്റ്സ്, എന്താണ് മെഷർമെന്റ്സ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിന് മുന്നേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ വരുന്ന കാര്യങ്ങൾ ഞാനൊന്ന് മെയിൻലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ. ഫസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മെഷർമെന്റ്സ് ആണ്. ഓക്കെ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെഷർമെന്റ്സ്. ദെൻ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് എന്താണ്? ഡയമെൻഷണൽ അനാലിസിസ് ആണ്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട, സംഭവം എന്താന്നുള്ളത് പറയാൻ നമുക്ക് സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ആൻഡ് തേർഡ് പോർഷൻ എന്ന് പറയുന്നത് എറേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, എറേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇയറിലൊക്കെ കഴിഞ്ഞ സിലബസിലൊക്കെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം സിലബസിൽ ഇല്ലാത്തൊരു പോർഷൻ ആണ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിപ്പോൾ ഇവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മെയിൻലി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെഷർമെന്റ്സും ഡയമെൻഷണൽ അനാലിസിസും ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് യൂണിറ്റ്സ്, എന്താണ് മെഷർമെന്റ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പൊ എന്താണ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മെഷർമെന്റ്സ്? ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ എല്ലാ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇപ്പൊ എന്തൊരു ഒബ്ജക്റ്റിന്റെ ആണെങ്കിലും ലെങ്ത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? 1 മീറ്റർ, 2 മീറ്റർ, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഈ സംഭവം? ഇതിൽ 1 എന്താണ്, എന്താണ് ഈ സെന്റിമീറ്റർ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് മീറ്റർ എന്നുള്ളത്? അപ്പോൾ ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് മീറ്റർ, എന്താണ് സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് സ്കൂളിൽ എന്തുണ്ടാവും, നമ്മൾ ഇരിക്കുന്ന ബെഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ബെഞ്ചാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മോട് ചോദിക്കുകയാണ് ഈ ഒരു ബെഞ്ചിന്റെ ലെങ്ത് എത്രയാണ്? ഓക്കെ. അപ്പൊ നമ്മളോടിപ്പോ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മളോട് ലെങ്ത് എത്രയാന്ന് ചോദിച്ചാല് നമ്മളടുത്ത് എന്താ ഉണ്ടാവുക? നമ്മളിപ്പോ ലെങ്ത് എന്താ മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സാധാരണ മീറ്റർ ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക, വലിയ ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ അടുത്ത് എന്താ ഉണ്ടാവുക? ഒരു സ്കെയിലാണ് ഉണ്ടാവുക. മിക്കവാറും നമ്മളെ കയ്യില് സ്കെയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താക്കും? സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ബെഞ്ചിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ നമ്മളെ അടുത്ത് സാധാരണ ഉണ്ടാവുന്ന നമ്മളെ അടുത്തുള്ള ഏത് സ്കെയിൽ ആണെങ്കിലും ആ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ 1 സ്കെയില്, 2 സ്കെയില്, 3 സ്കെയില്, 4 സ്കെയില്, 5 സ്കെയില്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് ഓഫ് ബെഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് കിട്ടി? 5 സ്കെയില് എന്ന് കിട്ടി. അതായത് 5 പ്രാവശ്യം സ്കെയിലിനെ ചേർത്ത് വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ബെഞ്ചിന്റെ ലെങ്ത് എത്രയാന്നുള്ളത് കിട്ടിയത്. ഓക്കെ. അപ്പോ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ബെഞ്ചിന്റെ ലെങ്ത് എത്രയാണെന്ന്. അപ്പൊ നമുക്ക് കിട്ടിയ നമ്മള് റീഡ് ചെയ്ത
ഒരു മെഷർമെന്റ് പ്രകാരം നമ്മൾ എന്ത് പറയും? 5 സ്കെയിൽ ആണെന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് വരും? സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏത് സ്കെയിലാണ് യൂസ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. നമുക്കറിയാം 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്, 20 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്, 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു 5 സ്കെയിൽ എന്ന് പറഞ്ഞാല് ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്ന എന്താണ്? സ്കെയിൽ എന്ന് പറയുന്നത് ഏത് സ്കെയിലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെയും അതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഈ 5 സ്കെയിൽ എന്നുള്ള ഒരു ആൻസറിൽ നിന്നും എന്താവുന്നില്ല, ബെഞ്ചിന്റെ ലെങ്ത് കൺഫേം ആവുന്നില്ല. പിന്നെയും അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും അക്സെപ്റ്റഡ് ആവുന്ന, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് ഏതൊരു സ്ഥലത്ത് എവിടെ പോയാലും ഒരു ഫർദർ ക്വസ്റ്റ്യൻ വരാത്ത രീതിയിലുള്ള എന്തുണ്ടാവണം? ഒരു മെഷർമെന്റ് സിസ്റ്റം നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അങ്ങനെ ഒരു ഫർദർ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഉണ്ടാവാത്ത ലെങ്ത്തിന്റെ ഒരു മെഷറിംഗ് യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറയാന്ന് മീറ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദെൻ നമ്മളോട് ചോദിക്കും സ്കെയിൽ ഏത് സ്കെയിലാണ് യൂസ് ചെയ്തതെന്ന്. പക്ഷെ നമ്മൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, മീറ്റർ എന്താന്ന് നമ്മളോട് ചോദിക്കില്ല. മീറ്റർ എന്ന് പറഞ്ഞാല് 1 മീറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? 100 സെന്റിമീറ്റർ ആണെന്നുള്ളത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എവിടെ പോയാലും അതിനൊരു ചേഞ്ചും ഇല്ല. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും വേറെ ഏത് കൺട്രീസിലായാലും ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് എന്താ പറയാ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. സോ ഫർദർ ക്വസ്റ്റ്യൻ ഈ ഒരു മെഷർമെന്റിൽ നിന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സും ഉണ്ട്, അല്ലാത്ത യൂണിറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓക്കെ, നമ്മള് ലെങ്ത്തിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാണിക്കുന്ന ഈ ഡിജിറ്റ് ആണ്. ദെൻ അതിനോട് ചേർത്ത് നമ്മൾ എഴുതുന്ന ഈ ഒരു ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മെഷർമെന്റിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും? യൂണിറ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാ വരുന്നത്? അപ്പൊ നമുക്ക് അറിയുന്ന ലെങ്ത്തിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഏതൊക്കെയാ ഉള്ളത്? നമുക്ക് കോമൺലി അറിയുന്ന യൂണിറ്റ്സ് ഓഫ് മെയിൻലി മീറ്റർ ആണ്. ദെൻ നമ്മളിപ്പോ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മാത്സിലൊക്കെ ചെയ്ത് പഠിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? നമ്മളെ സ്കെയിലിലെ റീഡിങ് എങ്ങനെ വരുന്നത്? സെന്റിമീറ്ററിൽ. ദെൻ മീറ്റർ ഉണ്ട്, സെന്റിമീറ്ററിലുണ്ട്. ദെൻ നമ്മളെ സ്കെയിലില് എന്താണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റർ യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ എന്ത് 1 സെന്റിമീറ്റർ ആയി വരുന്നത്. അപ്പൊ നമുക്കറിയാം മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ദെൻ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. അപ്പോ മീറ്റർ ആയാലും സെന്റിമീറ്റർ ആയാലും മില്ലിമീറ്റർ ആയാലും ഒക്കെ എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ്സ് ആണ്. അതില് നമ്മൾ മീറ്റർ ആണ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതായത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് നമ്മൾ എന്താ അതിന്റെ നമ്മൾ SI യൂണിറ്റ് എന്ന് പറയും. അപ്പൊ SI യൂണിറ്റ് എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് പറയാം. പക്ഷെ ഒരു ലെങ്ത്തിന്റെ കേസിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ലെങ്ത്തിന്റെ യൂണിറ്റ്സ് മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. ദെൻ പിന്നെ ഏത് യൂണിറ്റ് നമുക്കറിയാം? ഇപ്പൊ നമ്മൾ കളിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ മീൻ എന്താണ്, ഇപ്പൊ നമ്മള് ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ നമ്മള് ഗ്രൗണ്ടിലൊക്കെ നമ്മള് ജസ്റ്റ് വെറുതെ കളിക്കുമ്പോ ഒക്കെ എന്താണ് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോ നമ്മൾ പോസ്റ്റിലേക്കുള്ള ലെങ്ത് നമ്മൾ എന്താക്കും? 2 പോസ്റ്റിലേക്കുള്ള ലെങ്ത് നമ്മൾ ഈക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മീറ്റർ വെച്ചിട്ടൊന്നല്ലല്ലോ ചെയ്യുക, നമ്മളെ ഫൂട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഫൂട്ട് വെച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കിയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ലെങ്ത് ഈക്വലൈസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റിന്റെ പൊസിഷൻ ചെയ്യണത്. അപ്പൊ എന്ത് ഫൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെങ്ത് മെഷർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഫൂട്ടിനെയാണ് നമ്മൾ ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ എന്താ ഇപ്പൊ വീടിന്റെ ടൈലിന്റെ ഡയമെൻഷൻ ഒക്കെ നമ്മൾ എങ്ങനെ പറയാ? സ്ക്വയർ ഫീറ്റില് വീടിന്റെ
ഡയമെൻഷൻ ഒക്കെ പറയുന്നത് എങ്ങനെയാണ്? സ്ക്വയർ ഫീറ്റിൽ. അതൊക്കെ ഏതിന്റെ ഒരു ഇതാണ്? നമ്മളെ ലെങ്ത്തിന്റെ യൂണിറ്റ്സ് ആണ് എന്ത്? സ്ക്വയർ ഫീറ്റ് ആയാലും സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ടൈലിന്റെ ഡയമെൻഷൻ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഒക്കെ ആയിട്ട്. അതായാലും എന്താണ്? ലെങ്ത് ആണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ലെങ്ത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സെയിം സംഭവം നമുക്ക് ഇന്നിപ്പോ ലെങ്ത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, ഫീറ്റ് ഉണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഒക്കെ നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് എന്തുണ്ട്? ഇനി നമ്മളൊരു മാസിന്റെ കാര്യം നോക്കുകയാണ്. ദെൻ മാസിന്റെ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ, ഏതൊക്കെ യൂണിറ്റ്സ് നമുക്കറിയാം? നമ്മൾ കോമൺലി ഇപ്പൊ നമ്മളെ വീട്ടില് സാധനം മേടിച്ചു കൊണ്ടുവരാനൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ പറയുമ്പോ എന്താ പറയാ, ഉള്ളി ആയാല് പഞ്ചസാര ഒക്കെ നമ്മളോട് പറയും 1 കിലോഗ്രാം എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാസിന്റെ യൂണിറ്റ്സ് എന്താണ്? കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം, അതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന മാസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ബെഞ്ചിന്റെ ലെങ്ത് പറഞ്ഞില്ലേ, അതേപോലെ ഇപ്പൊ നമ്മളടുത്ത് എന്തുണ്ട്? എന്താ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാ, നമ്മളെ കയ്യിലൊരു കോക്കനട്ട് ഉണ്ട്, അല്ലെങ്കിൽ കോക്കനട്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു കോക്കനട്ടിന്റെ വെയിറ്റ് എത്രയെന്ന് നമ്മളോട് ചോദിച്ചു. ഇപ്പൊ നമ്മളടുത്ത് എന്തില്ല, അത് മാസ് അളക്കുന്ന ഒരു മീറ്റർ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ കോക്കനട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മാംഗോന്റെ 5 മാംഗോന്റെ വെയിറ്റിന് ഈക്വൽ ആണെന്ന് നമ്മൾ പറയാന്ന് വെച്ചോ. ഓക്കെ. അപ്പൊ 1 കോക്കനട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അസംഷൻ ആണ്. 1 കോക്കനട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 മാംഗോസിന്റെ വെയിറ്റിന് ഈക്വൽ ആണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞെന്ന് വെച്ചോ. അങ്ങനെ ആവുമ്പോൾ ഞാൻ നേരത്തെ ബെഞ്ചിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫർദർ ക്വസ്റ്റ്യൻ വരും. നമ്മൾ യൂസ് ചെയ്ത മാംഗോന്റെ വെയിറ്റ് എത്രയാണെന്ന്. അപ്പൊ നമുക്കറിയാം മാംഗോ എല്ലാ മാംഗോസും സെയിം വെയിറ്റിലൊന്നല്ല ആയിരിക്കില്ല വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സെയിം വെയിറ്റ് ഉള്ള 5 മാംഗോസ് ഒക്കെ പിക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ പിന്നെയും ഫർദർ ക്വസ്റ്റ്യൻസ് അതിന്റെ മുകളിൽ വരും. അപ്പൊ എന്ത് പറയാം, നമുക്ക് ഇതെന്ന് പറയുന്നത് ഇല്ല, ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ല എന്ന് പറയാം. ഓക്കെ. അപ്പോ മാസിന്റെ കേസിൽ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള മെഷർമെന്റും അതിന്റെ യൂണിറ്റും ആണ് എന്ത്? 1 കിലോഗ്രാം ആൻഡ് ഗ്രാം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പൊ നമ്മള് ജസ്റ്റ് മാസിന്റെയും ലെങ്തിന്റെയും കേസാ പറഞ്ഞത്. ഇങ്ങനെ ഏത് ഒരു മെഷർമെന്റിന്റെ കേസിലും എന്ത് വരും? ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ യൂണിവേഴ്സലി അല്ലെങ്കിൽ ഇന്റർനാഷണലി ചില യൂണിറ്റ്സ് ചില മെഷർമെന്റ്സിന് അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ഫർദർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർനാഷണലി കുറച്ച് മെഷർമെന്റ്സ് എടുത്തിട്ട് അതിനെ എന്താക്കി കൊടുത്തിട്ടുണ്ട്? ഒരു ഫിക്സഡ് യൂണിറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, SI യൂണിറ്റ്. അപ്പൊ നമ്മളോട് മേ ബി എക്സാമിനൊക്കെ ചോദിക്കുക എന്താണ് SI യൂണിറ്റ് എന്നുള്ളത്. SI യൂണിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ SI യൂണിറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. യൂണിറ്റ്സ് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് ആയിട്ട് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ SI യൂണിറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു മെഷർമെന്റിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SI യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. SI യൂണിറ്റ് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അതായത് ഏത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ SI യൂണിറ്റ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് സയന്റിഫിക് മെഷർമെന്റ്സിനാണ്. അത് ഓർത്ത് വെക്കുക. സയന്റിഫിക് മെയിൻലി യൂസ്ഡ് ഫോർ സയന്റിഫിക് മെഷർമെന്റ്സ്. ഓക്കെ. നമ്മള് കളിക്കുമ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പോസ്റ്റിന്റെ
പൊസിഷനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സയന്റിഫിക് യൂസേജ് ഒന്നല്ല. അപ്പൊ എന്ത് മതി, അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ നമ്മളൊരു സയന്റിഫിക്കലായിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ നമ്മളെ പ്ലോട്ടൊക്കെ നമ്മള് ഒരു ഭൂമിന്റെ അളവൊക്കെ നമ്മൾ എടുക്കൂലേ, പ്ലോട്ടിന്റെ അളവൊക്കെ സർവേക്കാരൊക്കെ റോഡിന്റെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. അതൊക്കെ എന്ന് പറയണത് അതൊക്കെ കറക്റ്റ് ഒരു മെഷർമെന്റിലായിരിക്കണം. ആ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, SI യൂണിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മെഷർമെന്റ് എടുക്കുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, SI യൂണിറ്റ്സ് മെയിൻലി യൂസ്ഡ് ഫോർ സയന്റിഫിക് മെഷർമെന്റ്സ്. ദെൻ SI യൂണിറ്റിന്റെ കാര്യത്തിൽ നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, SI യൂണിറ്റിൽ 7 SI യൂണിറ്റ്സ് ഫോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ SI യൂണിറ്റ്സിൽ എന്തുണ്ട്, 7 SI യൂണിറ്റ്സ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഒരു 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സും എന്ത് പറയുന്നത്, SI യൂണിറ്റിൽ പറയുന്നുണ്ട്. അതായത് നമ്മളെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ മെയിൻലി പറയുന്നത് എന്താണ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് their യൂണിറ്റ്സ്. അതാണ് നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സിനുമാണ് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് പോർഷനിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്തിനാണ് SI യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, എന്താണ് SI യൂണിറ്റ്സിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി SI യൂണിറ്റിൽ മെൻഷൻ ചെയ്യുന്ന മെയിൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നും അതിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. അതായത് SI യൂണിറ്റ്സിലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് their യൂണിറ്റ്സ്. നമ്മൾ പറഞ്ഞു SI യൂണിറ്റിലെ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉള്ളത്. അപ്പം നമുക്ക് ഒരു ടേബിൾ ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, കാണിക്കാം. അപ്പൊ ഫണ്ടമെന്റൽ quantities, then name in SI units, SI system, SI units അല്ല, SI സിസ്റ്റത്തിലുള്ള നെയിം, then അതിന്റെ സിമ്പിൾ. ഇവിടെ നെയിമിങ് SI സിസ്റ്റത്തിലെ യൂണിറ്റിന്റെ നെയിമാണ് ഇവിടെ പറയുന്നത്. യൂണിറ്റ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അതില് നെക്സ്റ്റ് ഉള്ളത് എന്തൊക്കെയാണ്, അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് എന്താണ്, ലെങ്ത് ആണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ആരാണ്, ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ലെങ്ത്തിന്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ആണ്. മീറ്ററിന് അതിന്റെ സിമ്പിൾ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ m ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞത്, കിലോഗ്രാം. ഓക്കെ, കിലോഗ്രാം ആണ് മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, സ്മോൾ k ആൻഡ് സ്മോൾ g, kg വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിലോഗ്രാമിനെ ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ kയും സ്മോൾ ജിയും. ഓക്കെ, ദെൻ തേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈം ആണ്. ഓക്കെ, ടൈം നമ്മൾ എങ്ങനെയാ പറയാ, സെക്കൻഡ്സിൽ വരുന്നുണ്ട്, മിനിറ്റ്സിൽ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ SI യൂണിറ്റില്, SI സിസ്റ്റത്തില് നമ്മൾ ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ആണ്. ഓക്കെ, സെക്കൻഡിനെ നമ്മൾ എങ്ങനെ സ്മോൾ s വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മൂന്നെണ്ണാണ് നമ്മളെ ഒരു ചാപ്റ്ററിൽ എന്തായിട്ട് വരുന്നത്, മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ലെങ്ത്തും മാസും ടൈമും ആണ് മെയിൻലി യൂസ്ഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്.
ഓക്കെ. ബാക്കി ഈ ഒരു ചാപ്റ്ററിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഫർദർ നമ്മള് ഫർദർ ചാപ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ഇനി +2 ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്ത്തും മാസും ടൈമും ആണ്. ദെൻ നമ്മളിപ്പോ 3 SI സിസ്റ്റത്തിലെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കണ്ടു. ദെൻ ബാക്കി പരിചയപ്പെടാം. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ കറണ്ട് ആണ്. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംബിയർ ആണ്. ആംബിയർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് ആംബിയർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഞാൻ ഹെഡിങ് ഒന്ന് മാറ്റുന്നുണ്ട്. മാറ്റുന്നത് മീൻസ് ബാക്കി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ദെൻ അഞ്ചാമത്തെ എന്താണ്? ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഞാൻ ഷോർട്ടാക്കി എഴുതുകയാണ്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ഒരേ സംഭവമാണ്. കൺഫ്യൂഷൻ ആവരുത് അങ്ങനെ കേട്ടാല്. ഓക്കെ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നും ടെമ്പറേച്ചറിനെ നമ്മൾ പറയാറുണ്ട്. ദെൻ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ ഏത് യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത്? ഡിഗ്രി സെൽഷ്യൽ, ഫാരൻഹീറ്റിലൊക്കെയാണ് നമ്മൾ എന്ത് യൂഷ്വലി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? മെഷർ ചെയ്തിട്ട് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബട്ട് ഇൻ SI സിസ്റ്റത്തിലെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. കെൽവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ K വെച്ചിട്ടാണ് കെൽവിനെ നമ്മൾ എന്താക്കുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ 5 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ 6th വൺ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും? കെമിസ്ട്രിയിൽ ജസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. കൂടുതലായിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കെമിസ്ട്രിയിൽ പഠിക്കും. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. MOLE എന്നാണ് മോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ബട്ട് അതിന്റെ മോളിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് MOL വെച്ചിട്ടാണ്. ഓക്കെ, അതിന്റെ നെയിം പറയുമ്പോൾ MOLE മോൾ എന്ന് പറയും. ബട്ട് അതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ MOL എന്ന് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ദെൻ 7th വൺ എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലൂമിനസ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ്സിന്റെ നെയിം എന്ന് പറയുന്നത് കാൻഡില എന്നാണ്. ദെൻ സോറി, കാൻഡിലയാണ്. കാൻഡിലനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ CD വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൻഡിലനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 7 ക്വാണ്ടിറ്റീസ് ആണ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് എന്തിലുള്ളത്? നമ്മളെ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റിലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? ലെങ്ത്തിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ദാറ്റ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ M. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. kg വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടൈം ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ s വെച്ചിട്ടാണ്. ദെൻ ഫോർത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംബിയർ ആണ്. ആംബിയർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിനെ നമ്മൾ വേറെ എന്തും കൂടി പറയും? തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും സിംപ്ലി ടെമ്പറേച്ചർ പറഞ്ഞാലും കൺസെപ്റ്റ്
ഒന്നാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. കെൽവിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ വെച്ചിട്ടാണ്. ദെൻ സിക്സ്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. ഇവിടെ യൂണിറ്റും അതിന്റെ നൊട്ടേഷനും തമ്മിൽ നമ്മൾ ഓർത്ത് വെക്കുക. MOLE എന്ന് പറഞ്ഞിട്ട് മോൾ എന്നാണ് അതിനെ യൂണിറ്റ് പറയാ. ബട്ട് അതിനെ ഡിനോട്ട് ചെയ്യണത് എന്ന് പറയുന്നത് MOL വെച്ചിട്ടാണ്. രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നത് മോൾ എന്നാണ്. ബട്ട് അതിന്റെ നെയിം ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. സിംപ്ലി ലൈറ്റ് ഇന്റൻസിറ്റിനെയാണ് നമ്മൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എന്താ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിലയാണ്. കാൻഡിലനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ CD വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൻഡിലനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റിലെ 7 അതായത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ആൻഡ് ദയർ യൂണിറ്റ്സ് ആൻഡ് റെപ്രസെന്റേഷൻ. അതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? പരിചയപ്പെട്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ നമ്മളിപ്പോ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഇതിൽ നെക്സ്റ്റ് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും ആണ് നമ്മളിപ്പോ പഠിച്ചത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് സപ്ലിമെന്ററി SI യൂണിറ്റ്സ് ആണ്. നമ്മളിപ്പോ ഫണ്ടമെന്റൽ SI യൂണിറ്റ്സ് കണ്ടു. 7 ഫണ്ടമെന്റൽ SI യൂണിറ്റ്സ് ഉള്ളത്. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് സപ്ലിമെന്ററി SI യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ്സ്. അപ്പോ നമുക്ക് ടോട്ടലി 2 സപ്ലിമെന്ററി നമുക്ക് ടോട്ടലി ഉള്ളത് 2 സപ്ലിമെന്ററി SI യൂണിറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു നമുക്ക് 7 ഫണ്ടമെന്റൽ SI യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 സപ്ലിമെന്ററി SI യൂണിറ്റ്സ് ആണുള്ളത്. അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കുക. SI യൂണിറ്റിൽ 7 ഫണ്ടമെന്റൽ SI യൂണിറ്റ്സും ദെൻ 2 സപ്ലിമെന്ററി SI യൂണിറ്റ്സും ആണുള്ളത്. ദെൻ സപ്ലിമെന്ററി SI യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്ലെയിൻ ആംഗിൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോളിഡ് ആംഗിൾ. ഇതാണ് നമ്മളെ സപ്ലിമെന്ററി SI യൂണിറ്റ്സ്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് SI യൂണിറ്റിലെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ദെൻ അതിന്റെ യൂണിറ്റ്സ് എന്താന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മള് പ്ലെയിൻ ആംഗിളിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സപ്ലിമെന്ററി SI യൂണിറ്റ്സിലെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ളത് ഫസ്റ്റ് വണ് പ്ലെയിൻ ആംഗിൾ, ദെൻ സെക്കൻഡ് വണ് എന്താണ്? സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ ഫസ്റ്റ് വണ് പ്ലെയിൻ ആംഗിളിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ നമ്മളെ ആംഗിളൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്തിരുന്നത്? നമുക്കറിയാം, നമ്മള് ട്രിഗണോമെട്രിയിലൊക്കെ ജസ്റ്റ് നമ്മള് 10th ജസ്റ്റ് നമ്മൾ മാത്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവും. സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? നമുക്ക് ഓർമ്മയില്ലേ? സൈൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, ദെൻ ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഈ തീറ്റ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളെ ആംഗിൾ ആണ്. ആംഗിളിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുക? ഡിഗ്രിയിലൊക്കെയാണ് നമ്മൾ തീറ്റ ഡിഗ്രി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി, 60 ഡിഗ്രി, ദെൻ 90 ഡിഗ്രി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിഗണോമെട്രിയിലൊക്കെ എന്ത് ചെയ്തത്? ആംഗിൾസ് പറയാം. ഡിഗ്രിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഡിഗ്രി എന്ന് പറയണതൊന്നും എന്തല്ല, നമ്മളെ SI യൂണിറ്റ് അല്ല. ആംഗിളിന്റെ SI യൂണിറ്റ് ഒന്നല്ല.
അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ സൈൻ തീറ്റയിലും ടാൻ തീറ്റയിലും ഒക്കെ ഉള്ള തീറ്റനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർക്കിൾ എടുക്കുക. സോറി, ഒരു സർക്കിൾ എടുക്കുക. അപ്പൊ സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടാവും. സെന്ററിന് അതിന്റെ എന്താണ്, അതിന്റെ സർഫസിലേക്കുള്ള ആ ഒരു ലെങ്തിന് നമ്മൾ എന്താ പറയാ, റേഡിയസ്. ഓക്കെ. അപ്പൊ ഈ രണ്ട് റേഡിയസിന്റെ ഇടയിലുള്ള ഈ ഒരു, നമുക്ക് ഒത്തിരി റേഡിയസ് വരക്കാമല്ലോ നമ്മൾ സെന്ററിന്. ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് രണ്ട് റേഡിയസും കൂടി തമ്മിൽ ചേരുന്ന ഈ ഒരു സർഫസിൽ ചേരുന്ന ഒരു ഏരിയ, അതാണ് ഇപ്പൊ ഞാനിവിടെ ആരോ വെച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്. അതിന് നമ്മൾ എന്താ പറയാറുള്ളത്, ആർക്ക് ലെങ്ത് എന്ന് പറയും. എന്താ പറയാ, ആ ഒരു പോർഷനെ നമ്മൾ എന്ത് പറയും, ആർക്ക് ലെങ്ത് എന്ന് പറയും, അല്ലേ? അതാണ് ഈ ഒരു ഏരിയ ആണ് നമ്മൾ എന്ത്, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ലെങ്തിന് ആർക്ക് ലെങ്ത് എന്ന് നമ്മൾ പറയും. ദെൻ ഇത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ റേഡിയസ് ആണ്. ഓക്കെ. ദെൻ ഈ രണ്ട് റേഡിയസുകളും തമ്മിൽ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് നമ്മൾ തീറ്റ എന്ന് പറയും. ഈ ഒരു തീറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ആംഗിൾ എന്ന് പറയും. പക്ഷെ എങ്ങനെയാണ് ഈ പ്ലെയിൻ ആംഗിളിനെ നമ്മൾ എന്താക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ്, പ്ലെയിൻ ആംഗിളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കിക്കോ. റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത്, ആർക്ക് ലെങ്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു. ലെങ്ത് ടു റേഡിയസ് ഓഫ് സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്, തീറ്റ വെച്ചിട്ടാണ്. അപ്പൊ റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ആർക്ക് ലെങ്ത് ടു എന്ത്, റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ ആർക്ക് ലെങ്ത് ടു റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, ആർക്ക് ലെങ്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതും, അതായത് മുകളിൽ എഴുതും. 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ ദെൻ ആർക്ക് ലെങ്ത് ടു റേഡിയസ് ഓഫ് സർക്കിൾ, ദെൻ റേഡിയസ് ഡിനോമിനേറ്റർ ആയിട്ട് താഴെ എഴുതും. അപ്പൊ ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് സർക്കിളിലാണ്. ഓക്കെ. അപ്പൊ പ്ലെയിൻ ആംഗിൾ നമ്മൾ ആർക്ക് ലെങ്ത് എന്ത് പറയാ, നമ്മൾ പറഞ്ഞു ആർക്ക് ലെങ്ത്, റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ് ഓഫ് സർക്കിൾ ആണ് പ്ലെയിൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നമ്മളിവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമ്മൾ ആർക്ക് ലെങ്ത് ഒന്നും പ്ലെയിൻ റേഡിയസ് ആർ എന്ന് എടുത്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, തീറ്റ ഈക്വൽ ടു എന്തെഴുതാ, തീറ്റ ഈക്വൽ ടു L/R എന്ന് എഴുതാം. ആണല്ലോ, തീറ്റ ഈക്വൽ ടു എന്താ എഴുതാം, L/R. അവിടെ L എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് ലെങ്ത്, ആൻഡ് R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ നമ്മൾ സർക്കിൾ വരച്ചത് എവിടെയാണ്, ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പോ ഒരു പ്ലെയിന്, അതായത് ഒരു ഷീറ്റിലാണല്ലോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ സർക്കിൾ വരച്ചത് എവിടെയാണ്, ഒരു ഷീറ്റിലാണ്. ആ ഷീറ്റിൽ ഏതൊക്കെ ഉണ്ടാവുക, എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ളത്. അപ്പൊ രണ്ട് ആക്സിസും കൂടി ചേരുന്ന ഷീറ്റിന് നമ്മൾ എന്ത് പറയും, പ്ലെയിൻ എന്ന് പറയും. അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനൽ എന്ന് പറയും, അല്ലെ? രണ്ട് ആക്സിസ് ആണെങ്കിൽ അത് 2 ഡയമെൻഷനൽ ആണ്. ദെൻ സെഡ് ആക്സിസും കൂടി വരുന്നുണ്ടെങ്കിലാണ് എന്താവുക, 3 ഡയമെൻഷനൽ ആവുക. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്തും കൂടി പറയാം, 2 ഡയമെൻഷനൽ ആംഗിൾ ആണെന്നും കൂടി പറയാം. ഓക്കെ. പ്ലെയിൻ ആംഗിളിന്റെ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോർഡ് എന്നൊക്കെ പറഞ്ഞ ബോർഡിൽ എന്താ ഉണ്ടാവുക, എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമല്ല നമുക്ക് ഒരു ബോർഡിന്റെ കേസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ ആംഗിളിനെ എന്തും കൂടി പറയും, നമ്മള് പ്ലെയിൻ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ, 2 ഡയമെൻഷനൽ ആംഗിൾ എന്ന് പറയാം. പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സർക്കിളിലാണ്. ഈ രണ്ട് കാര്യം നമ്മൾ ഓർത്ത് വെക്കുക.
ദെൻ അതിന്റെ റേഷ്യോ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ് ആണ്. ദെൻ ആ ഒരു ഡെഫിനിഷനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതിയതാണ് തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ദാറ്റ് ഈസ് L/R. ഓക്കെ, അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ നെക്സ്റ്റ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ഏതാണ് നമ്മൾ പറഞ്ഞു. പ്ലെയിൻ ആംഗിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ എന്താണ് സോളിഡ് ആംഗിൾ എന്നുള്ളത് നോക്കാം. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും തമ്മിലുള്ള നമ്മളിപ്പോ പ്ലെയിൻ ആംഗിൾ കണ്ടു, പക്ഷെ ക്വാണ്ടിറ്റി മാത്രമേ കണ്ടുള്ളൂ. പ്ലെയിൻ ആംഗിളിന്റെ എന്ത് കണ്ടിട്ടില്ല, നമ്മള് അതിന്റെ യൂണിറ്റ് കണ്ടിട്ടില്ല. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് വിട്ടുപോയതാണ്. യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻ ആണ്. നമ്മൾ റേഡിയൻ എന്നാണ് എഴുതുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് RAD വെച്ചിട്ടാണ്, റാഡ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് അതൊരു 2 ഡയമെൻഷണൽ ആംഗിൾ ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സർക്കിൾ വെച്ചിട്ടാണ്. അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ടു റേഡിയസിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ കണ്ടത് പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. റേഡിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RAD, റാഡ് എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സോളിഡ് ആംഗിൾ എന്താണെന്നുള്ളതാണ്. സോളിഡ് ആംഗിൾ. അപ്പൊ എന്താണ് സോളിഡ് ആംഗിൾ എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ നേരത്തെ പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്തത് എന്തിലാണ്? ഒരു സർക്കിളിലാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്തത്. ബട്ട് ഇൻ കേസ് ഓഫ് സോളിഡ് ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിന്റെ കേസിലാണ്? ഒരു സ്പിയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്യുക. സ്പിയർ എന്ന് പറഞ്ഞാല് സിംപ്ലി മനസ്സിലാക്കാൻ പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് ബോൾ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മളൊരു സ്പിയറിലായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോ അത് ക്രിക്കറ്റ് ബോളിന്റെ എന്തായിരിക്കും നമുക്കറിയാം, അതൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതിന്റെ 2 ഡയമെൻഷൻ നോക്കിയാൽ നമുക്ക് എന്താണ്, സർക്കിൾ ആയിട്ട് തോന്നും. പക്ഷെ അതെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇൻസൈഡ് ഹോളോ ആയിട്ടുള്ള, ഇൻസൈഡ് വാക്കന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മളെ ക്രിക്കറ്റ് ബോളിനൊക്കെ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിയർ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഈ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് സംഭവം കൺസെപ്റ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സിംപ്ലി നിങ്ങൾ ക്രിക്കറ്റ് ബോൾ മനസ്സിൽ കണ്ടാൽ മതി. ഒരു ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് നമ്മള് അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചിരട്ട പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അതിന്റെ മുകളില് ഒരു സർക്കിൾ ആയിട്ടും ഉള്ളിലേക്ക് കുറച്ചൊരു ക്യാവിറ്റി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടുക, അല്ലെ? ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പിയർ എന്ന് പറയാം. സ്പിയറിന്റെ കട്ട് ചെയ്ത ഒരു കണ്ടീഷനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ദെൻ സ്പിയറിന് എന്തുണ്ടാവും, നമ്മളിപ്പോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ എന്ത് കിട്ടും, ഒരു സർക്കുലർ സർഫേസ് കിട്ടുമല്ലോ. അതിനപ്പം നമുക്ക് എന്ത് ഉണ്ടാവും, ഒരു റേഡിയസ് ഉണ്ടാവും. ദെൻ R ഇവിടെ ഉണ്ടാവും. ദെൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 2 റേഡിയസ് നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചു. ദെൻ ഇതൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ നമുക്ക് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഈ കേസിൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഒരു ലെങ്ത് അല്ല ഉണ്ടാവുക, ഒരു സർഫസ് തന്നെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു സോറി, അപ്പോ നമ്മൾ ഇതില് 2 റേഡിയസ് ഇന്റർസെക്ട് റേഡിയസും കൂടി ചേർന്നിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, നേരത്തെ സർക്കിളിൽ കണ്ട പോലെ അല്ല ഉണ്ടാവുക, എന്ത് ഒരു ഏരിയ ഉണ്ടാവും. ഇങ്ങനെ ഒരു
സർക്കുലാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു സംഭവം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി റീഡ്രോ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. ഇതും ആറാണ്, ഇതും ആറാണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടത് പ്ലെയിൻ ആംഗിളിന്റെ കേസിൽ എങ്ങനെയാ കണ്ടത്? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ലെങ്ത് ആയിട്ടാണ് വന്നത് അല്ലെ? ഇവിടെ നമുക്ക് ലെങ്ത്തും ഇവിടെ നമുക്ക് റേഡിയസും. ഇവിടെ ഇപ്പൊ റേഡിയസ് നേരത്തെ കണ്ട പോലെ പ്ലെയിൻ ആംഗിളിൽ കണ്ട പോലെ റേഡിയസ് ഉണ്ടാവും. ഇത് 2 റേഡിയസ് ഉണ്ട്. ദെൻ ഷാർക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെങ്ത് അല്ല ഇവിടെ ഉണ്ടാവുക, കാരണം ഇതൊരു 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ഏരിയ ഉണ്ടാവുക. ഇത് ഈ ഏരിയനെ നമ്മൾ എന്താന്ന് പറയാന്നറിയോ? ഈ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർസെപ്റ്റഡ് ഏരിയ എന്ന് പറയാം. ഓക്കെ, ആ ഒരു നെയിം ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ ആ ഏരിയനെ പറയാ? ഇന്റർസെപ്റ്റഡ്. നമ്മൾ നേരത്തെ എന്ത് കണ്ടു? നേരത്തെ നമ്മള് എന്താണ് ആ ഒരു ഏരിയ ഇതിന് പറഞ്ഞത്? നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞില്ലേ? സോളിഡ് ആംഗിളിന്റെ കേസിൽ ആർക്ക് ലെങ്ത്തും റേഡിയസും ആണ് വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പ്ലെയിൻ ആംഗിളിന്റെ കേസിൽ ആർക്ക് ലെങ്ത്തും റേഡിയസും. ഇൻ കേസ് ഓഫ് സോളിഡ് ആംഗിളിൽ വരിക ഇന്റർസെപ്റ്റഡ് ഏരിയ ദെൻ റേഡിയസ്. അതാണ് നമ്മൾ സോളിഡ് ആംഗിളിന്റെ കേസിൽ വരിക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? നേരത്തെ ആർക്ക് ലെങ്ത്തും റേഡിയസും കിട്ടിയ പോലെ ഇവിടെ റേഡിയസും ഇന്റർസെപ്റ്റഡ് ഏരിയയും കിട്ടി. ദെൻ നേരത്തെ ആർക്ക് ലെങ്ത്തിന്റെയും ആ ഒരു 2 റേഡിയസിന്റെ ഒക്കെ ഇടയിൽ എന്തുണ്ടായി? നമുക്കൊരു ആംഗിൾ ഉണ്ടായി. അതിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് വിളിച്ചു. ഇവിടെ ഉണ്ടാവുന്ന ആംഗിളിനെ നമ്മൾ നേരത്തെ പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡിനോട്ട് ചെയ്തത് എന്ത് വെച്ചിട്ടായിരുന്നു? തീറ്റ വെച്ചിട്ടായിരുന്നു. ദെൻ ഇവിടെ നമ്മൾ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോളിഡ് ആംഗിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ വെച്ചിട്ടാണ്. കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഇപ്പൊ നമ്മൾ റേഡിയസിന്റെ യൂണിറ്റ് ഓം എന്ന് എഴുതുമല്ലോ, ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും ഇതാകുന്നത്. പക്ഷെ ഇതിനെ ഓം എന്നല്ല നമ്മൾ വിളിക്കുക, ഇതിനെ ഒമേഗ എന്നാണ് വിളിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ എന്ന് പറയും, ക്യാപിറ്റൽ ഒമേഗ എന്ന് പറയും. വേറൊരു ഒമേഗ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബ്ല്യു വെച്ചിട്ട്, അതിനെ സ്മോൾ ഒമേഗ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തും പഠിച്ചു വെക്കുക. അതായത് ഇവിടെ ഇപ്പൊ ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റേഡിയസിന്റെ അല്ല, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഓം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇവിടെ ഒമേഗ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് ഒമേഗ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സോളിഡ് ആംഗിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ക്യാപിറ്റൽ ഒമേഗ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്യാപിറ്റൽ ഒമേഗ എന്താണ്, അല്ലെങ്കിൽ സോളിഡ് ആംഗിൾ എന്താന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ പഠിക്കാം. നേരത്തെ നമ്മൾ പ്ലെയിൻ ആംഗിളിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ് ഓഫ് സർക്കിൾ. ദെൻ ഇവിടെ സോളിഡ് ആംഗിളിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ. നേരത്തെ നമ്മൾ എന്താ കണ്ടത്? ആർക്ക് ലെങ്ത് കണ്ടല്ലോ, അതിന് പകരം ഇവിടെ ഇന്റർസെപ്റ്റഡ് ഏരിയ ടു, നേരത്തെ നമ്മൾ ടു റേഡിയസ് ഓഫ് സർക്കിൾ എന്നാ പറഞ്ഞത്, അതിന് പകരം ഇവിടെ സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. എന്താണ്? സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ. ഇതാണ് നമ്മളെ എന്തിന്റെ? സോളിഡ് ആംഗിളിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാം ഇന്റർസെപ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എയും റേഡിയസ് എന്ന് പറയുന്നത് ആറും ആണ്. ഇത് നമ്മളെ സോളിഡ് ആംഗിൾ ഒമേഗയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സോളിഡ് ആംഗിൾ ഒമേഗ ഈക്വൽ ടു എന്താണ്? റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ. അപ്പൊ നമ്മൾ റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറയുന്ന ടേമിനെ നമ്മൾ എന്താ ഇതും ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. അതായത് ഇന്റർസെപ്റ്റഡ് ഏരിയ എ ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഡിവൈഡഡ് ബൈ ടു എന്താണ്? സ്ക്വയർ ഓഫ് റേഡിയസ്. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർ സ്ക്വയർ. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ ആണ് ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് സ്ഫിയർ. സോറി, ഞാൻ ഇവിടെ സർക്കിൾ എന്നാ പറഞ്ഞത്, സർക്കിൾ അല്ല, എന്താണ്? സ്ഫിയർ ആണ്.
അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഡെഫിനിഷൻ കണ്ടു. ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതി? സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ എഴുതി. മാറിപ്പോവരുത്, നമ്മൾ പ്ലെയിൻ ആംഗിള് സർക്കിളിന്റെ കേസിലാണ് പറയുന്നത്. സോളിഡ് ആംഗിൾ നമ്മൾ പറയുന്നത് സ്ഫിയറിന്റെ കേസിലാണ്. അപ്പൊ ഡെഫിനിഷനിൽ ആലോചിക്കുക, നമ്മൾ പ്ലെയിൻ ആംഗിളിൽ റേഡിയസ് പറഞ്ഞത് സർക്കിളിന്റെയും സോളിഡ് ആംഗിളിൽ റേഡിയസ് പറയുന്നത് സ്ഫിയറിന്റെ ആണ്. അത് മാറിപ്പോവരുത്. ദെൻ നമ്മൾ ഇക്വേഷൻ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ എന്നാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറേഡിയൻ. SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞത്? സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SR വെച്ചിട്ടാണ്, നോട്ട് STR. അത് ആലോചിച്ച് വെക്കട്ടോ. STR അല്ല, SR ആണ് സ്റ്റെറേഡിയന്റെ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്താന്ന് കണ്ടു, സോളിഡ് ആംഗിൾ എന്താന്ന് കണ്ടു, ഒക്കെ മനസ്സിലായി തോന്നുന്നു. അപ്പൊ നമ്മൾ SI യൂണിറ്റിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കണ്ടു. ദെൻ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കണ്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് SI യൂണിറ്റ് ആൻഡ് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഓഫ് SI യൂണിറ്റ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. അപ്പോ ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ SI യൂണിറ്റ്സിന്റെ കാര്യമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷെ SI യൂണിറ്റ് അല്ലാതെ മെയിൻലി ഒരു 3 ടൈപ്പ് ഓഫ് യൂണിറ്റ്സും കൂടി ഉണ്ട്. അതർ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതുപോലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്തും കൂടി ഉണ്ട്, 3 ടൈപ്പ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സും കൂടി ഉണ്ട്. ആ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സും കൂടി നമ്മളിവിടെ പരിചയപ്പെടാണ്. അപ്പോ അതില് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഈ 3 യൂണിറ്റ്സ്. ഞാൻ പറഞ്ഞു 3 എക്സ്ട്രാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അതില് നമ്മൾ പറയുന്നത് ലെങ്തിന്റെയും മാസിന്റെയും ടൈമിന്റെയും യൂണിറ്റ്സ് ആണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് CGS സിസ്റ്റം എന്നാണ്. CGS സിസ്റ്റം. ഈ CGS സിസ്റ്റത്തില് നമ്മൾ എന്താണ്, ഞാൻ പറഞ്ഞു ബേസിക്കലി ലെങ്ത്, മാസ്, ടൈം, അതിനെയാണ് ഈ സിസ്റ്റങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അതില് ലെങ്ത് സെന്റിമീറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത് CGS സിസ്റ്റത്തില്. സെന്റിമീറ്റർ. ദെൻ മാസ് എന്ന് പറയുന്നത് ഗ്രാമിലാണ് പറയുന്നത്. ദെൻ ടൈം സെക്കൻഡില്. ഓക്കെ. അപ്പൊ സെന്റിമീറ്ററിന്റെ C ആണ് CGSലെ C എന്ന് പറയുന്നത്. ഗ്രാമിന്റെ G ആണ് ഇവിടെ CGSലെ G. ദെൻ സെക്കൻഡിന്റെ S ആണ് CGSലെ സെക്കൻഡ് S എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു CGS എന്നുള്ള ആ ഒരു പേര് കിട്ടിയാൽ തന്നെ നമുക്ക് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്, മാസിന്റെ യൂണിറ്റ് എന്താണ്, ദെൻ ടൈമിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് ഈ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? CGS സിസ്റ്റത്തിലെ ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ദെൻ മാസ് എന്ന് പറയുന്നത് ഗ്രാം, ദെൻ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സിസ്റ്റം ഇവിടെ ഞാൻ പറഞ്ഞു 3 സിസ്റ്റം ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് CGS സിസ്റ്റം ആണ്. ഓക്കെ. അപ്പൊ CGS സിസ്റ്റം നമ്മൾ കണ്ടു. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് CGS സിസ്റ്റം കഴിഞ്ഞിട്ട് സെക്കൻഡ് 1 എന്ന് പറയുന്നത് FP
FPS സിസ്റ്റം ആണ്. ഈ FPS സിസ്റ്റത്തില് ലെങ്ത് എന്ന് പറയുന്നത് ഫൂട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഫീറ്റും സ്ക്വയർ ഫീറ്റും ഒക്കെ അതിന്റെ ഒരു സിംഗുലർ ഫോം ആണ് ഫൂട്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മളെ മാസിന്റെ യൂണിറ്റ് പറയുന്നത് പൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന പൗണ്ട്. ദെൻ ടൈം പറയുന്നത് എന്തിനാണ്? FPS ആവുമ്പോൾ എസ് ആണ്, ദെൻ സെക്കൻഡിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് FPS സിസ്റ്റത്തിൽ. അതായത് ഫൂട്ടിന്റെ F ആണ് FPS-ലെ F എന്ന് പറയുന്നത്, ദെൻ പൗണ്ടിന്റെ P ആണ് FPS-ലെ P, ദെൻ സെക്കൻഡിന്റെ S ആണ് FPS-ലെ S എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു FPS സിസ്റ്റത്തിൽ അക്കോർഡിംഗ് ടു FPS സിസ്റ്റം ഓഫ് യൂണിറ്റ്, ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫൂട്ട്, മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൗണ്ട്, ദെൻ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ CGS സിസ്റ്റത്തിൽ എങ്ങനെ വന്നത്? ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ദെൻ മാസ് ഗ്രാം, ദെൻ ടൈം സെക്കൻഡ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? തേർഡ് സിസ്റ്റം. ഓക്കെ, MKS സിസ്റ്റം. MKS സിസ്റ്റത്തില് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് മീറ്റർ ആണ്, ദെൻ മാസ് കിലോഗ്രാം ആണ്, സെക്കൻഡ് ആണ്. അപ്പൊ അതില് മീറ്ററിന്റെ M ആണ് MKS-ലെ M എന്ന് പറയുന്നത്, ദെൻ കിലോഗ്രാമിന്റെ K ആണ് MKS-ലെ K എന്ന് പറയുന്നത്, സെക്കൻഡിലെ S ആണ് MKS-ലെ S എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും നമുക്കൊരു ഡൗട്ട് വരും. നോക്കിക്കേ, MKS സിസ്റ്റത്തിൽ ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, ടൈം സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച SI യൂണിറ്റിൽ എന്താണ്? സെയിം സംഭവം തന്നെയാണ് വരുന്നത്. SI യൂണിറ്റിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ പെട്ടതാണ് എന്ത്? ലെങ്ത്തും മാസും ടൈമും. SI യൂണിറ്റ് അക്കോർഡിംഗ് ടു SI യൂണിറ്റും ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ദെൻ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. നമുക്കൊരു ഡൗട്ട് വരും, അപ്പൊ MKS സിസ്റ്റവും SI യൂണിറ്റും തമ്മിൽ, SI സിസ്റ്റവും തമ്മിൽ എന്താ ഡിഫറൻസ്? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ അതിനുള്ള ആൻസർ എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ പറഞ്ഞു MKS സിസ്റ്റം നമ്മള് നേരത്തെ എന്ത് പറഞ്ഞു? SI യൂണിറ്റിൽ, SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. പക്ഷെ MKS സിസ്റ്റത്തിൽ ആകെ ഈ 3 ക്വാണ്ടിറ്റീസ് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അതാണ് SI സിസ്റ്റവും MKS സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. SI സിസ്റ്റം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ MKS സിസ്റ്റത്തില് ആകെ ഈ 3 എന്തേ ഉള്ളൂ? ക്വാണ്ടിറ്റീസ് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് MKS സിസ്റ്റവും SI സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മേ ബി നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാം, MKS സിസ്റ്റം SI സിസ്റ്റം ഈക്വൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണ്? MKS സിസ്റ്റം SI സിസ്റ്റം തമ്മിൽ എൻ്റർലി ഡിഫറെന്റ് ആണ്. അതിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ലെങ്ത്തും മാസും ടൈമും റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് സെയിം ആണെന്നുള്ളതേ ഉള്ളൂ. SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. പക്ഷെ MKS സിസ്റ്റത്തിൽ ആകെ 3 ക്വാണ്ടിറ്റീസ് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ അതിന് കൊടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മളെ നോട്ടിൽ ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന്
അപ്പോൾ നമ്മള് SI സിസ്റ്റത്തിലെയും നമ്മളിപ്പോ മെയിൻലി ഇന്ന് പഠിച്ചത് എന്താണ്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 യൂണിറ്റ്സ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. അതിൽ മെയിൻ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? SI സിസ്റ്റം ആണ്. SI സിസ്റ്റം ആണ്. അതർ 3 സിസ്റ്റം എന്ന് പറയുന്നത് CGS സിസ്റ്റം, FPS സിസ്റ്റം, then MKS സിസ്റ്റം. അപ്പൊ ഇതിനൊന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നമ്മള് എന്താണ് നമ്മളിപ്പോ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റില് the comparison of any physical quantity with its standard unit is called measurement. അപ്പൊ എന്താണ് മെഷർമെന്റ് എന്നുള്ളതിനെയാണ് പറഞ്ഞത്. അപ്പൊ ഇതില് പറയുന്നത് എന്താണ്? കമ്പാരിസൺ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി, അതായത് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവം. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. all the quantities in terms of which law, എന്താ പറയുന്നത്? all the quantities in terms of which laws of physics are described and whose measurement is necessary are called physical quantities. അതായത് ഫിസിക്സിന്റെ ലോയില് പറയുന്ന ക്വാണ്ടിറ്റീസും അല്ലെങ്കിൽ ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ആ ഒരു മെഷർമെന്റിൽ നെസസറി ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഒരു ഫിസിക്സിലെ ലോയിൽ പറയുന്ന നെസസറി മെഷർമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം. ദെൻ യൂണിറ്റ് എന്താന്നുള്ളത്, യൂണിറ്റ് എന്താന്നുള്ളത് എ ഡെഫിനിറ്റ് amount of physical quantity is taken as its standard unit. The standard unit should be easily reproducible, internationally accepted. അതായത് ഒരു യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ എന്താ നമ്മൾ പറയാ, ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതെന്ന് പറയുന്നത് ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം, ദെൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം. ആ ഒരു സംഭവം നമ്മൾ ഓർത്ത് വെക്കുക. യൂണിറ്റ് എന്ന് പറയുന്നത് ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആൻഡ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റില് നമ്മളെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. Those physical quantities which are independent to each other are called fundamental quantities and their units are called fundamental units. അതായത് ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ, അതായത് നമ്മളിപ്പോ നമ്മൾ SI സിസ്റ്റത്തിൽ പറഞ്ഞ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും എന്താണ്? ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ. അവർ തമ്മിൽ എന്തല്ല, ഒരു ഡിപ്പെൻഡൻസും ഇല്ല. അവർ ഇൻഡിപെൻഡന്റ്ലി സ്റ്റാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്സിലെ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത എല്ലാ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റീസ് ആണ്. സോ ഈ 7 ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് പറയും? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഈ 7 ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ ആണ്. ഇൻഡിപെൻഡന്റ് ആണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറയുന്നത്. ഇനി നമ്മൾ ഫിസിക്സിൽ പരിചയപ്പെടുന്ന ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റീസ് ആണ്. സോ ആ ബാക്കിയുള്ള ഫിസിക്സിലെ എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ എന്താ പറയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാ പറയാ. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്നും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എന്ത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്?
independent to each other ആണ് and are called fundamental quantities. Their units are called fundamental units. Fundamental quantitiesന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് വൺ ലെങ്ത് നമ്മൾ മീറ്റർ വെച്ചിട്ടാണ്, മീറ്റർ ആണ് അതിന്റെ എന്ത് യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ എം വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് kg. ദെൻ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിന് ഡിനോട്ട് ചെയ്യുന്നത് s വെച്ചിട്ട്. ദെൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ന് പറയാ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതിന്റെ യൂണിറ്റ് പറയുന്നത് കെൽവിൻ ആണ്. സോറി, ഇവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, kg അല്ല, ക്യാപിറ്റൽ ലെറ്റർ k ആണ്. ദെൻ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ് നമുക്കറിയാം, ആംബിയർ ആണ്. ആംബിയർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ a വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിലാണ്. കാൻഡിലിനെ ഡിനോട്ട് ചെയ്യുന്നത് CD വെച്ചിട്ടാണ്. ദെൻ 7.1 എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതെന്ന് പറയുന്നത് മോൾ ആണ്. അതിന്റെ യൂണിറ്റ് ഡിനോട്ടേഷൻ MOL ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് നമ്മൾ പരിചയപ്പെടാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നമ്മള് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. റേഡിയൻ ആൻഡ് സ്റ്റെറേഡിയൻ ആർ 2 സപ്ലിമെന്ററി ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ. അപ്പോൾ റേഡിയനും സ്റ്റെറേഡിയനും ആണ് നമ്മൾ സപ്ലിമെന്ററി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. റേഡിയൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റും സ്റ്റെറേഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റും ആണ്. റേഡിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RAD വെച്ചിട്ടാണ്. ദെൻ സ്റ്റെറേഡിയനെ ഡിനോട്ട് ചെയ്യുന്നത് SR വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സർക്കിളിലാണ്. അതിനെ പ്ലെയിൻ ആംഗിൾ നമ്മൾ എന്താ പറയാ, 2 ഡയമെൻഷണൽ ആംഗിൾ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മള് സോളിഡ് ആംഗിൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്, സ്പിയറിലാണ്. ദെൻ സോളിഡ് ആംഗിൾ നമ്മൾ എന്ത് പറയും, 3 ഡയമെൻഷണൽ ആംഗിൾ എന്നും കൂടി പറയുന്നുണ്ട്. ദെൻ പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്. തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. ദെൻ സോളിഡ് ആംഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്പിയറിലാണ്. അതിന്റെ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് ഒമേഗയാണ്. ഒമേഗ ഈക്വൽ ടു എന്താണ്, ഏരിയ ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. അപ്പൊ A/R² ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സപ്ലിമെന്ററി ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞത്. ദെൻ ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Those physical quantities which are derived from fundamental quantities are called derived quantities and their units are called derived units. So അതിന് derived quantitiesന് എക്സാമ്പിൾ ആണ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്. അപ്പൊ ഞാൻ വെലോസിറ്റിന്റെ കേസ് പറയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി V എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഈക്വൽ ടു നമുക്കറിയാം എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെങ്ത് ആണ്. നമ്മൾ മൂവ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ലെങ്ത് ആണ്. ടൈം പറയുമ്പോൾ എന്താണ്, ടൈം. അപ്പോൾ ലെങ്ത്തും ടൈമും എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഈ ലെങ്ത്തും ടൈം അങ്ങനെ ആ 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്തിട്ട് വരുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് എന്ത്, വെലോസിറ്റി. സോ വെലോസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് പറയും, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പൊ അതേപോലെ തന്നെ ആക്സിലറേഷന്റെ കേസ് പറയുമ്പോൾ എന്താ പറയും, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ആക്സിലറേഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയരുത്. കാരണം വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ തെറ്റായ ഒരു ഡെഫിനിഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്, ആക്സിലറേഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താവണം, വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യണം. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കണ്ടു, സപ്ലിമെന്ററി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കണ്ടു, ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കണ്ടു, ദെൻ അതിന്റെയൊക്കെ യൂണിറ്റ്സും കണ്ടു. ദെൻ ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഈ ഡെഫിനിഷൻ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് കൊടുത്തത് മാത്രമാണ്. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കാം. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മാസ്, ഒരു മീറ്ററിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ഓരോ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെയും ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്, അപ്പോൾ system of unit is complete set of units, both fundamental and derived, for all kind of physical quantities. The common system of units which used in mechanics are given. നമ്മൾ യൂസ് ചെയ്യുന്ന common fundamental system of units ആണ് CGS, FPS, MKS, then SI system. അതിൽ CGS സിസ്റ്റത്തിൽ എന്താണ്, ലെങ്ത് സെന്റിമീറ്ററില്, ദെൻ മാസ് ഗ്രാം, ദെൻ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ. ദെൻ FPS സിസ്റ്റത്തിൽ ലെങ്ത് പറയുന്നത് ഫൂട്ടിലാണ് പറയുന്നത്, മാസ് പൗണ്ടിലാണ് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് സെക്കൻഡിൽ. MK സിസ്റ്റത്തിൽ ലെങ്ത് മീറ്ററിലാണ്, ദെൻ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലാണ്, ദെൻ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. SI സിസ്റ്റത്തിൽ എന്താ, സിസ്റ്റം കണ്ടെയ്ൻ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് 2 സപ്ലിമെന്ററി ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അത് നമ്മൾ നേരത്തെ കണ്ടു. SI സിസ്റ്റത്തിലുള്ള 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതാണെന്നും 2 സപ്ലിമെന്ററി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ദെൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് MK സിസ്റ്റം SI സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. MK സിസ്റ്റം SI സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. MK സിസ്റ്റത്തിൽ ആകെ 3 ക്വാണ്ടിറ്റീസ് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ബട്ട് അത് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്, MK സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആയ ലെങ്ത്തും മാസും ടൈമും സെയിം യൂണിറ്റിൽ തന്നെയാണ് എന്തിലും പറയുന്നത്, SI സിസ്റ്റത്തിലും പറയുന്നത്. അതാണ് അത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, MK സിസ്റ്റം SI സിസ്റ്റം സിമിലർ അല്ല, ബട്ട് ഒരു സിമിലാരിറ്റി ഉള്ളത് എന്താണ്, യൂണിറ്റ്സിൽ മാത്രമാണ്. അതായത് ലെങ്തിന്റെയും മാസിന്റെയും ദെൻ ടൈമിന്റെയും യൂണിറ്റ്സ് MK സിസ്റ്റത്തിലും SI സിസ്റ്റത്തിലും സെയിം ആണ്. ഓക്കെ, അതാണ് അവ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. Then relationship between some mechanical SI unit and commonly used commonly used units. നമ്മൾ നേരത്തെ അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ്, മീറ്ററിലാണ് പറയാം. പക്ഷെ നമുക്ക് ചില സമയത്ത് മൈക്രോമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ പറയും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ആൻസ്ട്രോം എന്ന് പറയുന്നത് 10⁻10 മീറ്റർ ആണ്. ദെൻ മാസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 1 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ 10⁻3 കിലോഗ്രാമിനെയാണ് നമ്മൾ 1 മെട്രിക് ടൺ എന്ന് പറയുന്നത്. അതിപ്പോ ലെങ്ത്തിന്റെ കേസിൽ മാത്രമല്ല, നമ്മളിപ്പോ മൈക്രോ മില്ലി എന്നൊക്കെ പറയുമ്പോൾ മൈക്രോ എന്ന് വെച്ചിട്ട് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, 10⁻⁻6 വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യും. ദെൻ മില്ലി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ 10⁻3 വെച്ചിട്ട് ചെയ്യും. ദെൻ ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ എന്താണ്, ആങ്സ്ട്രോമത്തിൽ എങ്ങനെയാ വരുന്നത്, 10⁻10
ഇതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ദെൻ ഇവിടെ പൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അങ്ങനെ മൈൻഡ് ആക്കേണ്ട ഒരു കാര്യമൊന്നല്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കേസിലൊക്കെ മേ ബി നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. ദെൻ പൗണ്ട് എന്ന് പറയുമ്പോൾ 0.4537 കിലോഗ്രാം ആണ്. 1 AMU പറയുന്നത് എന്താണ്? 1.6 × 10⁻³ കിലോഗ്രാം ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 10⁻32 m³ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നല്ല. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇപ്പൊ പവറിന്റെ കേസിൽ 1 ഹോഴ്സ് പവർ 746 വാട്ട് ആണെന്നുള്ളത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് കൊടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് സം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് പറഞ്ഞിട്ട് 1 ഫെർമി എന്ന് പറയുമ്പോൾ 10⁻⁻5 മീറ്റർ ആണ്. 10⁻15 5 അല്ല, 10⁻15 മീറ്ററിനെയാണ് 1 ഫെർമി എന്ന് പറയുന്നത്. 1 എക്സ്റേ യൂണിറ്റ് എന്ന് പറയുന്നത് 10⁻13 ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.49 × 10⁻11 മീറ്റർ ആണ്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറയുന്നത് എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്തിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻15 ആണ്. ദെൻ 1 parsec എന്ന് പറയുമ്പോൾ 3.08 × 10⁻16 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 3.26 ലൈറ്റ് ഇയർ. ഇത് മാർക്സിന്റെ കേസിലാണ് പറയുന്നത്. ഗാലക്സി എന്ന് പറയുമ്പോൾ നമ്മളെ ഗാലക്സിന്റെ ഒരു മാസ് എന്ന് പറയുന്നത് എന്താണ്? 2 × 10⁻41. ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാന്ന് മാത്രം. സണ്ണിൻ്റെത് 2 × 10⁻30, മൂണിന്റെ 7 × 10⁻22. ദെൻ ആസ്ട്രോയിഡ് ഈറോസ് പറയുമ്പോൾ 5 × 10⁻15. ജസ്റ്റ് ഇൻഫോർമേഷൻ മാത്രമാണ്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഡയമെൻഷൻസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഓൾ.